ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇന്ന് ഏറ്റവും മികച്ച ത്രില്ലറുകൾ വരുന്നത് മലയാളത്തിലാണെന്ന വിലയിരുത്തലുകൾ വരാറുണ്ട്. പുതുവർഷത്തിലും ഈ ജോണറിൽ വൈവിധ്യമുള്ള സിനിമകൾ മലയാളത്തിൽ നിന്ന് വരും എന്നതിൻ്റെ സൂചനയാണ് രേഖാചിത്രം. ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രം വ്യത്യസ്തമാവുന്നത് മലയാളത്തിന് അധികം പരിചയമില്ലാത്ത അൾട്ടർനേറ്റ് ഹിസ്റ്ററി ജോണറിന്റെ പിൻപറ്റിയുള്ള മിസ്റ്ററി ക്രൈം ത്രില്ലറാണ്. ഓൺലൈൻ റമ്മിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് വിവേക്. സസ്പെൻഷന് ശേഷം ഒരു ഉൾനാടൻ സ്റ്റേഷനിലേക്കാണ് അയാൾ സ്ഥലം മാറ്റപ്പെടുന്നത്. എന്നാൽ ചാർജ് ഏറ്റെടുത്തതിനോട് തൊട്ടുചേർന്ന് ഏറെ കൗതുകകരവും സങ്കീർണവുമായ ഒരു കേസ് അയാൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അറിയുന്തോറും കൂടുതൽ കുരുക്കുള്ളതായിത്തീരുന്ന ആ കേസ് വേഗത്തിൽ മാധ്യമ ശ്രദ്ധ കൂടി നേടുന്നതോടെ അന്വേഷണം വിജയകരമാക്കുക വിവേകിന്റെ കരിയറിനെ സംബന്ധിച്ച് തന്നെ പ്രധാനമായി തീരുകയാണ്. ചെറിയ തുമ്പുകളിൽ പിടിച്ച് അയാൾ നടത്തുന്ന അന്വേഷണം മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മേച്ചിൽപ്പുറങ്ങളിലേക്ക് രേഖാചിത്രത്തെ എത്തിക്കുകയാണ്. ആസിഫ് അലിയാണ് വിവേകിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു കഥാപാത്രമായി അനശ്വര രാജനും എത്തുന്നു. ചിത്രത്തിലെ ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ കൗതുകം വർദ്ധിപ്പിക്കുന്നത് അൾട്ടർനേറ്റീവ് ഹിസ്റ്ററി സ്വഭാവമാണ്. മലയാളികൾക്ക് സുപരിചിതമായ 80കളിലെ ഒരു സിനിമയും അതിന്റെ ലൊക്കേഷനുമാണ് ചിത്രത്തിലെ അന്വേഷണത്തിന്റെ പ്രധാന പശ്ചാത്തലം. പുതിയ കാലത്തിരുന്ന് 4 പതിറ്റാണ്ടിന്റെ അകലമുള്ള മറ്റൊരു കാലത്ത് നടന്ന ക്രൈമിന്റെ അന്വേഷണം എന്നതാണ് തിരക്കഥയിലെ പ്രത്യേകത. ആസിഫ് അലി സമീപകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മികവുറ്റ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രേഖാചിത്രം. നടൻ എന്ന നിലയിൽ ആസിഫിന് വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രമല്ലെങ്കിലും വിവേകിനെ തന്റേതായ രീതിയിൽ വേറിട്ടതാക്കിയിട്ടുണ്ട് ആസിഫ്. ചിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയ കാസ്റ്റിംഗ് അനശ്വര രാജന്റേതാണ്. ചിത്രത്തിലെ പ്ലോട്ടിന്റെ കേന്ദ്ര സ്ഥാനത്ത് വരുന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഒരു മികച്ച നടി തന്നെ വേണം. ആ ആവശ്യകത അനശ്വര ഗംഭീരമാക്കിയിട്ടുണ്ട്. ഏത് സംവിധായകനും ഏത് അഭിനേതാവിനും ഒറ്റ വായനയിൽ ആവേശം പകരുന്ന തിരക്കഥയാണ് രേഖാചിത്രത്തിൻ്റെത്. ജോൺ മന്ത്രിക്കലും രാമു സുനിലും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. മലയാളികൾക്ക് സുപരിചിതമായ ഒരു കൾട്ട് ചിത്രത്തിന്റെ പശ്ചാത്തലം ഉപയോഗിക്കുന്നു എന്നതാണ് ഈ തിരക്കഥയിലെ ഏറ്റവും വലിയ കൗതുകവും അതേസമയം വെല്ലുവിളി. ആ വെല്ലുവിളിയെ സമർത്ഥമായി മറികടന്നിട്ടുണ്ട് ജോഫിൻ ടി ചാക്കോ. അപ്പു പ്രഭാകറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ. 2 കാലങ്ങളിലൂടെ കഥ പറയുന്ന അതും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ചിത്രത്തെ തുടർച്ചയുടെ അനുഭവമാക്കുന്നതിൽ അപ്പു പ്രഭാകരന്റെ പങ്ക് വലുതാണ്. ഒപ്പം എഡിറ്റർ ഷമീർ മുഹമ്മദിന്റെയും മുജീബ് മജീദാണ് ചിത്രത്തിന്റെ സംഗീതം. ജയദേവൻ ചക്കാടത്ത് സൗണ്ട് ഡിസൈനും നിരവധി കഥാപാത്രങ്ങളുള്ള ഒരു ഡയലോഗ് കേട്ടില്ലെങ്കിൽ പോലും ആസ്വാദനത്തിൽ അപൂർണത വന്നേക്കാവുന്ന ചിത്രമാണ് രേഖാചിത്രം. അത് കണ്ടറിഞ്ഞ് മിനിമലായ അതേസമയം എഫക്റ്റീവായ ട്രാക്കാണ് മുജീബ് മജീദ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആശയതലം മുതൽ പുതുമയുള്ള ചിത്രമാണ് രേഖാചിത്രം. മികവുറ്റ ഒരു തിരക്കഥയെ അതിന്റെ മെറിറ്റ് മനസ്സിലാക്കി മലയാളികൾക്ക് നവീനമായ ഒരു അനുഭവം സമ്മാനിച്ചിരിക്കുകയാണ് ജോഫിൻ ടി ചാക്കോ.